Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom 4th സെമസ്റ്ററിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണെന്ന് പോകുന്നത്. ഈ ഒരു പേപ്പർ ആദ്യമായിട്ട് എഴുതുന്നത് നിങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പറയാനില്ല. അപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രോബ്ലംസ് എത്രത്തോളം വരാൻ സാധ്യതയുണ്ട്, തിയറി. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് അങ്ങനെ പറയാൻ സാധിക്കില്ല, എങ്കിലും സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിൽ ഞാനത് ഓരോ പാർട്ടിലും എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇപ്പോൾ BComലെ ഈ പ്രോബ്ലം പേപ്പറിൻ്റെ ക്ലാസ്സസ് ഒക്കെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. കണ്ടൻസിലോട്ട് ആദ്യം തന്നെ പോകാം. 6 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ബ്ലോക്ക് ബേസ് ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻസ്, ഫിനാൻസിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ. ദെൻ പിന്നെ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ദെൻ ഫിനാൻസിങ് ഡിസിഷൻ രണ്ടാമത് വരുന്നു. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്, ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ട്. സോ നമുക്ക് 4 essay വരുന്നു. അതിൽ 2 ആൻസർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ essay എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പം എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും 2 പ്രോബ്ലം 2 തിയറി അങ്ങനെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ പ്രോബ്ലത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന പ്രോബ്ലം ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 6 വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. SCക്ക് സ്കോപ്പുള്ള ഒരു ഏരിയ ആണ്. പിന്നെ പ്രോബ്ലത്തിലോട്ട് വരുന്ന സമയത്ത് ഒരു ഈസി ടൈപ്പ് ചോദ്യമാണ് ഇടുന്നതെങ്കിൽ, ഇപ്പോൾ ലിവറേജ്, ബ്ലോക്ക് നമ്പർ 4 ലിവറേജ് ഉണ്ട്. അതല്ല SCക്ക് അത് ഇടുന്നില്ലെങ്കിൽ അത് 5 മാർക്കിനായിരിക്കും ഇടാം, ലിവറേജിൻ്റെ കാൽക്കുലേഷൻ ഇടാം. ദെൻ പിന്നെ SCക്ക് തിയറിയുടെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ, ആ ഒരു ഏരിയ തിയറിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ബ്ലോക്ക് നമ്പർ 2 പോണ സമയത്ത് അതിൽ ടെക്നിക്സ് ഉണ്ട്. 2 സാധ്യതകളാണ് വരുന്നത്. ഒന്നുകിൽ ഈ ടെക്നിക്സിലെ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ NPV കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം SCക്ക്. അതല്ലെങ്കിൽ നമുക്കതിൽ തന്നെ തിയറി ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ടെക്നിക്സ്, ഈ പറയുന്ന പേ ബാക്ക്, നോൺ ഡിസ്കൗണ്ടഡ് മെത്തേഡും അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് മെത്തേഡിൻ്റെയും തിയറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ 6 ബ്ലോക്കിൽ 4 ബ്ലോക്കിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ഡിവിഡൻഡ് ഡിസിഷനിലോട്ട് പോണ സമയത്ത് അവിടെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട് തിയറിക്ക് ഉള്ളത്. അപ്പോൾ 6 ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അതിൽ 4 ചോദ്യങ്ങൾ വരുന്നു. ഞാൻ പറഞ്ഞു അതിൽ 2 പ്രോബ്ലം 2 തിയറിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമുക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. ഇപ്പോൾ 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പാർട്ട് ബിയിൽ 2 മാർക്സിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് സിയിൽ 5 മാർക്സ് ഉണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ ഓരോ ചാപ്റ്ററിലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഇതിപ്പോൾ കൂടുതൽ പറഞ്ഞല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ചോദ്യങ്ങളുണ്ടെന്നേ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 1 മാർക്കിൻ്റെ തന്നെ 10 വരുന്നില്ലേ. അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ വരുന്നുണ്ട്. അത്യാവശ്യം 8 തന്നിട്ട് അതിൽ 6 ആൻസർ കൊടുക്കണം. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്, ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഏരിയാസ് കാണുമ്പോൾ ഈ പറയുന്ന ചോദ്യത്തിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളാണ് ആദ്യമായിട്ട് പേപ്പർ എഴുതുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേപ്പറിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വർഷം കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ സാധിക്കുക.
അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഫിനാൻസിൻ്റെ ബേസാണ്. എന്താണ് ഫിനാൻസ്, ബിസിനസ് ഫിനാൻസ് എന്താണെന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഫിനാൻസ് ഫങ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ ഉണ്ട്. 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം റോൾ ഓഫ് എ ഫിനാൻസ് മാനേജർ. അതാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. പിന്നെ ബിസിനസ് ഫിനാൻസ് എന്താണെന്നുള്ളത് നോക്കാം. 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഇതാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് നമുക്കിനി വരും ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പറയുന്ന ഫങ്ഷൻസ് ആണ് നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിക്കുന്നത്. അതൊന്ന് നോക്കി വയ്ക്കുക. എന്നാലും ഞാൻ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് റോൾ ഓഫ് ഫിനാൻസ് മാനേജറും പിന്നെ ബിസിനസ് ഫിനാൻസ് എന്താണെന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു യൂണിറ്റ്. നെക്സ്റ്റ് മറ്റേ ഫിനാൻസ് ഡിസിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കണം. അതും 2 മാർക്കിലേക്കൊക്കെ ചിലപ്പോൾ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുകയും ചെയ്യാം. ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഏരിയയിലോട്ട് പോവാം. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാം നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ചോദ്യം. 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ, 5 മാർക്സിൻ്റെ ചോദ്യം. ദെൻ ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് 10 മാർക്കിൻ്റെ എസ്സേ ഇടാം. ഇതാണ് ഗോൾസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇതാണ് നമുക്ക് എസ്സേക്ക് പ്രതീക്ഷിക്കേണ്ടത്. പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷനെ പറ്റിയിട്ടും. എന്താണ് പ്രോഫിറ്റ്, ചിലപ്പോൾ ഈ ഗോളിൽ നിന്ന് ഡയറക്റ്റ്ലി ചോദിക്കുന്നതിന് പകരം എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതിൻ്റെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യം, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സെപ്പറേറ്റ് വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്, അതിൻ്റെ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ, അങ്ങനെ മാത്രമായിട്ട് എടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് മുഴുവനായിട്ട് ഈ പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷനെ പറ്റിയിട്ടും വെൽത്ത് മാക്സിമൈസേഷനെ പറ്റിയിട്ടും രണ്ടും കൂടിയിട്ട് എഴുതാൻ വരാം. അതല്ലെങ്കിൽ വെൽത്ത് മാത്രമായിട്ടും എടുത്ത് ചോദിക്കാം. അപ്പോൾ ബ്ലോക്ക് നമ്പർ 1 നിന്ന് ഒരു എസ്സേ തിയറി ആയിട്ടുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു ഏരിയയ്ക്കാണ്. ഗോൾസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എസ്സേക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, നിർബന്ധമായും പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ബേസിക്സ് അതും കാണാൻ പറ്റും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഉണ്ട്, തിയറി, ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഉണ്ട്. ദെൻ അതിനുശേഷം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പഠിച്ചു വയ്ക്കുക. എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, പിന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ് എന്നുള്ള ചോദ്യം 2 മാർക്കിനുള്ള പ്രതീക്ഷിക്കാം. ദ ഡെഫിനിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം, സിഗ്നിഫിക്കൻസ്, ചിലപ്പോൾ ഫീച്ചേഴ്സ് ആവാം അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ആവാം. ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ആ രീതിയിൽ പഠിക്കുക. ഇനി ഇതിൽ പ്രോബ്ലത്തിൻ്റെ സ്കോപ്പ് ഉള്ളത് നെക്സ്റ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് 2 സാധ്യതകളാണ്. ഒന്നുകിൽ തിയറി ആയിട്ടിടാം. തിയറി എന്ന് പറയുമ്പോൾ ഈ ഒരു ചോദ്യമാണ് വരിക, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ടെക്നിക്സ് എന്തൊക്കെയാണ്, പോപ്പുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ ബിസിനസ്. ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, മോഡേൺ മെത്തേഡ്സ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സിൽ പേ ബാക്ക് പീരീഡ്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക്, ARR. ദെൻ മോഡേൺ മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡിൽ NPV, IRR, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഇതാണ് 6 വരുന്നത്. ഒന്നുകിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്താണെന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിയറി ചോദിക്കാം. അതല്ലെങ്കിൽ 2 സാധ്യതകളിൽ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ ഈ പറയുന്ന ഓരോ മെത്തേഡ്സിനെ പറ്റിയുള്ള പ്രോബ്ലം 5 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ SAQ ഇടാം. ഇപ്പം SAQ വരുന്നുണ്ടെങ്കിൽ പേ ബാക്ക് പീരീഡിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈപ്പ് ചോദ്യമുണ്ട്, അത് SAQ ഇടാം, അതല്ലെങ്കിൽ NPV ഇടാം. ഇതാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. 5 മാർക്കിൻ്റെ ARR എക്സ്പെക്ട് ചെയ്യുന്നു. IRR കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക പ്രോബ്ലം. ഇപ്പോൾ പേ ബാക്ക് പീരീഡ് 5 മാർക്കിനാണ് പേ ബാക്ക് പീരീഡ് വരുന്നതെങ്കിൽ ഈ സിമ്പിൾ ടൈപ്പ് ചോദ്യമായിരിക്കും വരാം. പിന്നെ ARR 5 മാർക്സിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ARR കേട്ടോ 5 മാർക്സിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ പഠിക്കുക. പിന്നെ NPV ആണ്. NPV
SCക്ക് സ്കോപ്പുള്ള ഒരു ടോപ്പിക്കാണ് പ്രോബ്ലത്തിൽ. ഓക്കെ, IRR കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 2 സാധ്യതകൾ ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ ഇത് തിയറിക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ essay ചോദ്യമായിട്ട് NPVയുടെ കാൽക്കുലേഷൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. എന്തായാലും നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ഫിനാൻസിങ് ഡിസിഷനാണ്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നത് 5 മാർക്ക് അതുപോലെ തന്നെ 2 മാർക്കിൻ്റെയിലേക്കാണ്. അതിൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് ഉണ്ട്. ഇതിൽ നിന്ന് കൂടുതൽ 2 മാർക്ക് 5 മാർക്കിന് സാധ്യതകളുള്ളതാണ്. ഈ പറയുന്ന ഇക്വിറ്റി ഷെയർ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ. പ്രിഫറൻസ് ഷെയർ, ഇതൊക്കെ 2 മാർക്കിൻ്റെ നമ്മൾ കൺവേർട്ടബിൾ വാറൻസ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ഉള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിപ്പോസിറ്ററി റിസീപ്റ്റ്സ് 2 മാർക്ക് ചോദ്യം. ഓക്കെ, അതല്ലാണ്ട് തിയറിക്ക് മാത്രമായിട്ട് ഇപ്പോൾ സോഴ്സസ് ഓഫ് ഫിനാൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യം, അതിനൊക്കെ കൂടുതൽ ഞാൻ 2 and 5 മാർക്സിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക ഓരോന്ന് എന്താണ്. ഇപ്പോൾ ഡിപ്പോസിറ്റ് റിസീപ്റ്റ്സ് എന്തായാലും നോക്കണം കേട്ടോ. 2 മാർക്കിൻ്റെയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 5 മാർക്കിൽ പ്രോബ്ലം കമ്പൽസറി ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് 2 മാർക്കിൻ്റെ തിയറി ചോദ്യത്തിൽ വരും. ദെൻ അതിനുശേഷം പ്രോബ്ലം എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, റിട്ടേൺ ഏർണിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം, അതല്ലെങ്കിൽ പ്രിഫറൻസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഡെറ്റിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം റെഡിമൂവലുണ്ട്, ഇറെഡിമൂവലുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ പ്രതീക്ഷിക്കുന്നു. നിർബന്ധമായും പഠിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈ പറയുന്ന CAPM എന്താണ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ, CAPM. ഓക്കെ, അതിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് നോക്കി വെച്ചോളൂ. പിന്നെ ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു essay ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ essay സ്കോപ്പ് ഉള്ളത് ഈ പറയുന്ന വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിർബന്ധമായും പഠിക്കുക. ഇനിയിപ്പോൾ essay ഇടുന്നില്ലെങ്കിൽ അത് അവർ 5 മാർക്കിലേക്ക് വിടാം. ഈ പറയുന്ന വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ശരിക്കും അതൊരു essayക്ക് സ്കോപ്പ് ഉള്ളതാണ്. വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സാധ്യതകളാണ്, കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പ്രോബ്ലോ അതല്ലെങ്കിൽ essay വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് essay ഇടുന്നുണ്ടെങ്കിൽ ഇത് essayക്ക് സ്കോപ്പുള്ള ഒന്നാണ് കേട്ടോ. ഞാൻ കുട്ടികളുടെ എപ്പോഴും പറയാറുണ്ട്, യു സ്റ്റാർട്ട് വിത്ത് എന്താണ് പ്രോബ്ലത്തിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെച്ച് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുമ്പോൾ ഇക്വേഷൻ പഠിക്കുക, ആ ഇക്വേഷനിലോട്ട് അപ്ലൈ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠനം ആരംഭിക്കാൻ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നതും ഞാൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നതും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് വരുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. എന്താണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, 2 മാർക്സിൻ്റെ തിയറി. പിന്നെ നെക്സ്റ്റ് ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഇനിയിപ്പോൾ തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഒരു essayക്ക് സ്കോപ്പുള്ള, തിയറിക്ക് കൂടുതൽ അവർ ഫോക്കസ് കൊടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കണ്ടോ, ഇതൊരു essay തിയറി ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്താൽ മതി, ബട്ട് ഇതൊരു essay ടോപ്പിക്കാണ് ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. നെക്സ്റ്റ് വരുന്നത് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു തിയറി ചിലപ്പോൾ 2 മാർക്കിന് എന്താണെന്ന് മാത്രം എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറി എന്താണെന്നുള്ളത് ആ രീതിയിൽ പഠിച്ചാൽ മതി. കാരണം ഇത് ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ലാസ്റ്റത്തേക്ക് വയ്ക്കുക. തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ PGക്കൊക്കെ പഠിക്കുമ്പോൾ എന്തായാലും വരുന്നതാണ്. ഇവിടെ അതിൻ്റെ പ്രോബ്ലം ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് തിയറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ ഡിറ്റർമിനൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറില്ലേ, അപ്പോൾ essayക്ക് ഇടുന്നുണ്ടെങ്കിൽ തിയറിക്ക് സ്കോപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നെക്സ്റ്റ് ലിവറേജ്. ഞാൻ 5 മാർക്കിൽ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് സ്നേഹമുള്ള ആൾക്കാരാണ് പേപ്പർ ഇടുന്നതെങ്കിൽ ഇതൊരു essayക്ക് പ്രോബ്ലം ആയിട്ട് ഇടാം.
അപ്പോൾ 5 മാർക്കിൻ്റെ അപ്പോൾ ലിവറേജ് എന്താണെന്ന് പഠിക്കുക. 3 ലിവറേജും, ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻ ലിവറേജ്, ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഇത് എന്താണെന്നും പഠിക്കുക കേട്ടോ, നിർബന്ധമായും പഠിക്കുക. വളരെ ഈസി ടോപ്പിക് അല്ലേ. അപ്പോൾ ലിവറേജിൻ്റെ 3 ലിവറേജും ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട്. കമ്പൈൻ ലിവറേജ്, ഓക്കെ. കമ്പൈൻ ലിവറേജിൻ്റെ പ്രോബ്ലം ഒരു ഇട്ടിട്ടില്ല നമ്മുടെ ഇതിലിപ്പോൾ കൂടിയിട്ട് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് 3ൻ്റെയും ഈ ഒരു പ്രോബ്ലം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ലിവറേജ് 3 കണ്ടുപിടിക്കാനുള്ളത് വേണമെങ്കിൽ SCക്ക് ഇടാം. അതല്ലെങ്കിൽ 5 മാർക്ക് ഏതെങ്കിലും ഒരു ലിവറേജ് കാണാം. ക്യാപിറ്റൽ ഗിയറിങ് എന്താണെന്നുള്ളത് 2 മാർക്കിന് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ആ ലിവറേജിൻ്റെ കാര്യം. ഇനി ഡിവിഡൻഡ് ഡിസിഷൻ ആണ് നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി സമ്മപ്പ് ചെയ്ത് മിനിമം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരും. ഇതിപ്പോൾ നല്ല മാർക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടായിരിക്കും, 90% അബവ്. അപ്പോൾ അവർ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു പോകുമ്പോൾ എല്ലാം പറഞ്ഞു പോകും. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിച്ച് അവസാനിപ്പിച്ച് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസ് ആണ് നെക്സ്റ്റ് ബ്ലോക്ക്. അപ്പോൾ അതിൽ ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. അതിൽ പല മോഡൽസ് ഉണ്ട്, വാട്ടർ, ഗോർഡൻ. അപ്പോൾ ഇതിൽ വാട്ടറിൻ്റെയോ ഗോർഡൻ്റെയോ ഇതിലേതെങ്കിലും ഒരു മോഡൽ SCക്ക് ടോപ്പിക്കിന് സ്കോപ്പ് ഉള്ളതാണ്. അതല്ലെങ്കിൽ 5 മാർക്കിനെയും വരാം. അപ്പോൾ വാട്ടറോ അതല്ലെങ്കിൽ ഗോർഡനോ, ഇതിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വാട്ടർ എന്തായാലും പഠിച്ചു വയ്ക്കുക, കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന വാട്ടറാണ്. പിന്നെ MM ഉണ്ട്, അത് കുട്ടികൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും വാട്ടർ നോക്കുക, ഗോർഡനും. വാട്ടറിന് നമ്പർ 1 ഇമ്പോർട്ടൻസ്. ഇനി നെക്സ്റ്റ് ഡിവിഡൻഡ് പോളിസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ് പോളിസി, ഇതാണ് നമ്മൾ SCക്ക് പിന്നെ പ്രതീക്ഷിക്കുന്ന ഒരു തിയറി. ഇപ്പം ഞാൻ നേരത്തെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തിയറി പറഞ്ഞ പോലെ തന്നെ SCക്ക് പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു തിയറി ചോദ്യമാണ് ഇത്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ് പോളിസി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ തിയറിക്ക് പ്രതീക്ഷിക്കുന്നു, ഐദർ ക്യാപിറ്റൽ സ്ട്രക്ചർ അതല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസി. പിന്നെ തിയറിക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ഗോൾസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പറഞ്ഞില്ലേ, ഇത് 3 തിയറിയിലെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ. 3 തിയറി ടോപ്പിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പറയാം. പിന്നെ നെക്സ്റ്റ് ഈ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസിയിൽ പലതരത്തിലുള്ള ഡിവിഡൻഡ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് 2 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട് കേട്ടോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്താണെന്നുള്ളത്, സ്റ്റേബിൾ ഡിവിഡൻഡ് എന്താണ്, 2 മാർക്ക് ചോദ്യം. മൂവിങ് ടു ലാസ്റ്റ് ബ്ലോക്ക്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. സോ ഇതിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, 2 മാർക്കിൻ്റെ ചോദ്യം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതുപോലെ തന്നെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം, നിർബന്ധമായും പഠിക്കുക. ഇനി ഇതിൽ SCക്ക് സ്കോപ്പുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൻ്റെ കാൽക്കുലേഷനാണ്. ഓക്കെ, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മറ്റൊരു തിയറി ചോദ്യമാണ്. എന്തായാലും ഇതും കൂടി നോക്കി വെക്കണം കേട്ടോ. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ഇതിൽ പ്രോബ്ലം ഒരെണ്ണമാണ് കേട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് കൈൻഡ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ ഇത് ഓപ്പറേറ്റിംഗ് സൈക്കിളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ദെൻ അതിന് മുമ്പ് അണ്ടർസ്റ്റാൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിക്സ് ആണ്. കറണ്ട് അസറ്റ് എന്തൊക്കെയാണ്, കറണ്ട് ലൈബിലിറ്റി, ദെൻ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബുക്കിൽ ഓരോ പ്രോബ്ലംസ് ഉള്ളൂ, അതൊക്കെ ഭയങ്കര ഒരു പാട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുടെ കുറവുണ്ട്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്നുള്ളത് നോക്കണം. പിന്നെ ഇവിടെ എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിളിനെ റിലേറ്റ് ചെയ്തിട്ടൊരു പ്രോബ്ലം ഉണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിള്. ദെൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നോക്കാം. പിന്നെ വേറെ പ്രോബ്ലം ഇതിൽ കാണാനില്ല, മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ശരിക്കും ഇതിലൊരു പ്രോബ്ലം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷേ നമ്മുടെ ബുക്കിൽ അത് നല്ലതൊന്നും വന്നിട്ടില്ല. ഇനി ലാസ്റ്റ് ഏരിയയിലോട്ട് പോകുമ്പോൾ
എനിക്ക് പറയാനുള്ളത് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് കൂടുതൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നിർബന്ധമായും പഠിക്കുക. ദെൻ അതിനുശേഷം ഈ പറയുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ ഈ മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവൽ ഈ പ്രോബ്ലം പലപ്പോഴും വരാറുണ്ട്. EOQ, അപ്പോൾ അതെന്തായാലും നോക്കാം കേട്ടോ. EOQ കാൽക്കുലേഷനും അതുപോലെ തന്നെ ഡിഫറൻസ് സ്റ്റോർ സ്റ്റോക്ക് ലെവലല്ല, ഈ പറയുന്ന സ്റ്റോക്ക് ലെവൽ, ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽ EOQ നോക്കുക, വരാറുണ്ട്. പിന്നെ നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ഇപ്പോൾ VED അനാലിസിസ് 2 മാർക്കിന് വരാറുണ്ട്, JAT 2 മാർക്കിന് വരാറുണ്ട്. ഇതൊക്കെ 2 മാർക്ക്, ABC 2 മാർക്ക്, ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് വരാറുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഏരിയയിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്യാഷ് മാനേജ്മെൻറ്റും ജസ്റ്റ് എന്താണ്, ക്യാഷ് മോട്ടീവ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇതവിടെ ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണ്, ക്യാഷ് മോട്ടീവ് അതൊന്ന് ജസ്റ്റ് നോക്കി പോവാം. പിന്നെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ പറയുന്ന ഇൻവെൻട്രി മാനേജ്മെൻറ്റിലെ EOQയും സ്റ്റോർ സ്റ്റോക്ക് ലെവൽസിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു മൊത്തം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ പാസ്സാവണം. അതിന് മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഞാൻ പറഞ്ഞു ഒരു തിയറി ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഞാൻ പറഞ്ഞ ആ ഗോൾസ്, നേച്ചർ നോക്കുക. പിന്നെ ഫിനാൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലത്തെ ആ ബേസിക് തിയറി നോക്കുക. ആ കാര്യങ്ങൾ നോക്കിയാൽ അതിൽ നിന്നൊരു essay കിട്ടുകയാണെങ്കിൽ 10 മാർക്കായി, 5 മാർക്ക് ഉണ്ട്, 2 മാർക്ക്, ഒരു 17 മാർക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. വളരെ എളുപ്പത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ എളുപ്പമുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് നമ്പർ 3 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പ്രോബ്ലമാണ്. അതിൽ നിങ്ങൾ മിനിമം കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കുക. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെറ്റ് പഠിച്ചാൽ പ്രിഫറൻസ് എളുപ്പമാണ്. പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതും നോക്കുക, എളുപ്പമാണ്. ദെൻ പിന്നെ പ്രോബ്ലത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ ലിവറേജ് നോക്കുക. യൂണിറ്റ് നമ്പർ 2 ലിവറേജിൻ്റെയും എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലത്തിൽ മിനിമം ഈ 2 ടോപ്പിക്ക് നോക്കിയാൽ തന്നെ 5 മാർക്കിൻ്റെ കിട്ടും. ഇനി അതിനുശേഷം essay കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, നമ്മുടെ പേ ബാക്ക് പീരീഡ്, NPV ആ ഒരു ഏരിയ ആണ്. അപ്പോൾ മിനിമം പ്രോബ്ലംസ് എന്ന് പറയുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഈ 3 യൂണിറ്റിൽ നിന്നാണ് ഞാൻ പ്രോബ്ലംസ് അവരിടുന്നുണ്ടെങ്കിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഇതിൽ എളുപ്പമുള്ളതാണ് ഈ പറയുന്ന യൂണിറ്റ് നമ്പർ 2ഉം യൂണിറ്റ് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് നമ്പർ 3 യൂണിറ്റ് നമ്പർ 2 കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ദെൻ ലിവറേജും. ദെൻ essayയുടെ കാര്യങ്ങളിലെ തിയറിയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഗോൾസ് അത് നോക്കാം. പിന്നെ തിയറിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിറ്റർമിനൻസിൻ്റെ തിയറിക്ക് സ്കോപ്പ് ഉള്ളത്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്ന മറ്റൊരു തിയറി ഉണ്ട്. അപ്പോൾ 3 എണ്ണമായി. ദെൻ ഇത് തന്നെ ചിലപ്പോൾ 5 മാർക്കിനിലേക്കും അവർക്ക് ഇടാൻ സ്കോപ്പ് ഉള്ളതുണ്ട്. ദെൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് പ്രോബ്ലത്തിന് എളുപ്പത്തിലുള്ളതാണ് EOQയും അതുപോലെ തന്നെ ഈ ഇൻവെൻട്രി ലെവലിൻ്റെ കാര്യങ്ങളും. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൻ്റെ തിയറി ഉണ്ട്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വലിയ മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ ആയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളതും മിനിമം പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ പെറുക്കി പഠിക്കുക. ഫസ്റ്റ് ബ്ലോക്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുക, ലിവറേജ് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ പാസ്സായി. ഫസ്റ്റ് ബ്ലോക്ക്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ് ഇത്ര പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായി. പിന്നെ ഞാൻ പറഞ്ഞു essay തിയറി ഏരിയാസ്, അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പോൾ എന്ത് നോക്കുക, ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിറ്റർമിനൻസ് ഉണ്ട്, ഡിവിഡൻഡ് ഡിറ്റർമിനൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് പിന്നെ വരുന്നത്. ടെക്നിക്സിൽ നിന്ന് പ്രോബ്ലം ഇടാം അല്ലെങ്കിൽ തിയറി ഇടാം. ഇപ്പം നിങ്ങളുടെ പേപ്പറാണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പാസ്റ്റ് പറയാനില്ല. എന്നാലും ഞാൻ പറഞ്ഞു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ബേസിലാണ് ഇങ്ങനെ പറയുന്നത്. ഞാനിത് ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം
കുട്ടികൾ പലതരത്തിലുള്ള കുട്ടികളുണ്ട്. എന്തെങ്കിലും ഒന്ന് എഴുതി ഒന്ന് പാസ്സായാൽ മതി, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇനി കുറേ കുട്ടികൾക്ക് നല്ല മാർക്സ് മേടിക്കണമെന്നുണ്ട്. അവരെന്ത് ചെയ്യുക? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയുന്നത്. എങ്ങനെ വേണം പഠിക്കാൻ? യു സ്റ്റാർട്ട് ദ ബേസിക്സ്. എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻസിൽ ഈ പറയുന്ന ഫിനാൻസ് എന്താന്ന് നോക്കിയതിന് ശേഷം സെക്കൻഡ് യൂണിറ്റിലെ വെൽത്ത് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ആ കാര്യങ്ങൾ നോക്കാം. ദെൻ നേരെ പോകേണ്ടത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലോട്ടാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റി പഠിക്കുക. അതിനുശേഷം നേരെ പോകേണ്ടത് ലിവറേജ് ആണ്. ലിവറേജ് പഠിക്കുക. ദെൻ അതിനുശേഷം നേരെ പോകേണ്ടത് ബ്ലോക്ക് നമ്പർ 2 ആണ്. ബ്ലോക്ക് നമ്പർ 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ പേ ബാക്ക് പീരീഡ്, ഈ പറയുന്ന ARR ഫോക്കസ് കൊടുക്കുക, NPV, ഇത്ര കാര്യങ്ങൾ മിനിമം ഫോക്കസ് ചെയ്യുക. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കാം. പിന്നെ അതിനുശേഷം നേരെ പോകേണ്ടത് ഈ പറയുന്ന ഡിവിഡൻഡ് ഡിസിഷൻ. അതിൽ ഡിവിഡൻഡ് ഡിസിഷൻ്റെ ഡിറ്റർമിനൻസ് തിയറി, മറ്റു കാര്യങ്ങൾ നോക്കുക. ദെൻ അതിനുശേഷം വർക്കിംഗ് ക്യാപിറ്റലിൽ അതിൽ ഡിറ്റർമിനൻസ് ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റലിൽ, അത് നോക്കുക. ദെൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുക. ഈ ഓർഡറിൽ പഠിക്കുക. അപ്പോൾ ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 90% മേലെ ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. ജസ്റ്റ് പാസ്സായാൽ മതി എന്ന് പറയുന്ന കുട്ടികളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് ബ്ലോക്ക് ലിവറേജ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 2-3 തിയറീസ്. ഇത്ര നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്കിനെക്കാട്ടും കൂടുതൽ എന്തായാലും ലഭിച്ചിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങൾ, ഡിസ്കഷനും മറ്റ് വീഡിയോസും ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഞാൻ ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്, കുട്ടികൾ ഇതിനേക്കാൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ടാണ് ഒന്നും കൂടി ക്ലാരിഫിക്കേഷൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഓക്കെ, ബൈ.